നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സിൻ്റെ മോഡൽ എക്സാം ഏത് വിഷയങ്ങളുടെയും മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാഷെ പബ്ലിക് എക്സാമിന് ചോദിക്കുമോ, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുമോ? ഇങ്ങനെയുള്ള സംശയങ്ങളാണ് ഒരുപാട് പേർ, ഒരു 90% പേരും യൂട്യൂബിനകത്തും അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ ഇഷ്ടം പോലെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്ന ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മെസ്സേജുകൾ ഇതൊക്കെ തന്നെയാണ്. മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? പബ്ലിക് എക്സാമിന് മുമ്പ് നടത്തുന്ന എക്സാമാണ് മോഡൽ എക്സാം. ഈ ഒരു മാതൃകാ രീതിയിൽ ചോദ്യം പാറ്റേൺ വളരെ വ്യക്തമാക്കണം, വഴി അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഈ പാറ്റേണിലായിരിക്കും പബ്ലിക് എക്സാം ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മോഡൽ എക്സാമിന് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാം, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതുപോലെ ചോദ്യം ചോദിച്ചാൽ മോഡൽ എക്സാം അതേ ക്വസ്റ്റ്യൻ പേപ്പർ മതിയല്ലോ. അങ്ങനല്ല, മോഡൽ എക്സാംസിന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ ഏത് ചോദ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് വ്യക്തമാക്കണം, വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏത് ചോദ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. മോഡൽ എക്സാമിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മോഡൽ എക്സാമിന് ചോദിക്കും. പക്ഷേ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പബ്ലിക് എക്സാമിന് പണി കിട്ടും. അന്നേരം പബ്ലിക് എക്സാമിന് നിങ്ങൾ മൊത്തം പഠിച്ചുകൊണ്ട് പോവുക. പക്ഷേ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാതിരിക്കാം. അത് 2 ഓപ്ഷനാണ്. അല്ലാതെ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വെച്ചാൽ പണി കിട്ടും. അങ്ങനെ ഒരിക്കലും അങ്ങനെ എല്ലാം അതുപോലെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. കുറച്ച് ക്വസ്റ്റ്യൻ, ചിലപ്പോൾ 20% ക്വസ്റ്റ്യൻ, ആ 20% ക്വസ്റ്റ്യൻ ഏതാണെന്ന് ലോകത്തുള്ളൊരു അധ്യാപകന് എന്തായാലും പറയാൻ പറ്റില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇത് ഇന്നത് ചോദിക്കും എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ വീഡിയോയ്ക്ക് എത്തിയിരുന്നു, ഇത്രയും ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് വരികയും ചെയ്യും. പക്ഷേ മോഡൽ എക്സാമിന് ചോദിച്ചാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കുന്നത് എനിക്ക് നമ്മൾ ജ്യോതിഷ പണ്ഡിതനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരൊക്കെ ആയാലും പറയാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾ പബ്ലിക് എക്സാം നന്നായിട്ട് പഠിക്കുക. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. അത് പഠിച്ചിട്ടുണ്ടോ എന്നൂടെ നോക്കിയേക്കുക. അത് പഠിച്ചുകൂടെ വെച്ചേക്കുക. പബ്ലിക് എക്സാമിന് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അതാണ്. അല്ലാതെ വേറെ ടെൻഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. കൂടുതൽ ടെൻഷൻ വരുമ്പം കൂടുതൽ ടെൻഷനിലേക്ക് നമ്മൾ അടുത്ത ചോദ്യം ടെൻഷനിലേക്ക് മാറും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ സമയം നല്ല വൃത്തിയായിട്ട് റിലാക്സ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അന്നേരം ആവർത്തിക്കാതിരിക്കാം. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കിക്കൊണ്ട് പോവുക. പബ്ലിക് എക്സാം നല്ല രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും കേട്ടോ. അന്നേരം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.